ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ കണ്ടതിനുശേഷം തുടർച്ചയായി ഈ സന്ദേശം കേൾക്കുക. ജയിക്കുന്നവനായും ജയിപ്പാനായും എഴുന്നേൽക്കുന്ന മൃഗത്തിന്റെ കാലം 3.5 വർഷമാണ് എന്ന് വെളിപാട് പുസ്തകം 13-ാം അധ്യായം പറയുന്നു. പിന്നെ അടുത്ത 3.5 വർഷം അവന്റെ മേൽ ദൈവക്രോധം ഇറങ്ങുന്ന സമയമാണ്. ഇതേ 3.5 വർഷം മൃഗത്തിന്റെ ഭരണസമയത്ത് തന്നെ 2 സാക്ഷികൾ ദൈവത്തിന്റെ വെളിപ്പെടലിനായി വഴിയൊരുക്കുന്നു എന്ന് വെളിപാട് പുസ്തകം 11-ാം അധ്യായം അറിയിക്കുന്നു. ഈ വഴിയൊരുക്കുന്നവർ ആരാണ് എന്നാണ് എല്ലാവരുടെയും തർക്ക വിഷയം. സഭയിൽ പൊതുവായി പഠിപ്പിക്കുന്ന ചില വ്യാഖ്യാനങ്ങൾ താഴെ പറയാം. 1. ഏലിയാവും മോശയുമാണ്. 2. ഇസ്രായേലിൽ നിന്നുള്ള 2 പേരാണ്. 3. ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുന്ന പഴയ നിയമവും പുതിയ നിയമവുമാണ്. 4. 1,44,000 പേർ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന 12 ഗോത്രത്തിലെ ജനങ്ങൾ തന്നെയാണ് ഈ 2 സാക്ഷികൾ. പക്ഷേ അവർ ആത്മീകമായുള്ള ഇസ്രായേൽ എന്ന് വ്യാഖ്യാനിച്ചു വിലയിരുത്തുന്നു. എങ്കിലും ദൈവവചനത്തിൽ നിന്നും നമ്മൾ ഈ കാര്യത്തെ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മലാക്കി പുസ്തകം 4-ാം അധ്യായം പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കുമെന്ന്. ഈ പ്രവർത്തനത്തിന്റെ നിവർത്തി യോഹന്നാനിൽ സംഭവിച്ചു എന്നു പറയുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പഴയ നിയമം എഴുതപ്പെട്ടിരിക്കുന്ന രീതി അനുസരിച്ച് മിശിഹായുടെ 2 വെളിപ്പെടൽ കാണുവാൻ കഴിയുന്നില്ല. പക്ഷേ 2 വെളിപ്പെടലിന്റെ രീതികൾ പഴയ നിയമപ്രവചന പുസ്തകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മൾ പുതിയ നിയമം സ്വീകരിച്ചതുകൊണ്ടാണ്. കാരണം പുതിയ നിയമത്തിലാണ് ക്രിസ്തു ന്യായം വിധിക്കാനായി രണ്ടാമത് വരും എന്ന ഒരു നേരായ സന്ദേശം നൽകിയത്. ഏലിയ പ്രവാചകന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. മലാക്കി പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം പറഞ്ഞു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കുമെന്ന്. ഈ ഏലിയ പ്രവാചകന് യോഹന്നാൻ അല്ല. പക്ഷേ ഈ ഏലിയ പ്രവാചകന്റെ ഒരു പ്രവർത്തനം യോഹന്നാൻ നടത്തി. അതാണ് അടുത്ത 6-ാമത്തെ വചനം. ഞാൻ വന്നു ഭൂമിയെ സംഹാരശപഥം കൊണ്ടു ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തിനു മുൻപേ യോഹന്നാനിലൂടെ ഏലിയാവിന്റെ ആത്മാവ് ജനത്തോട് ഇങ്ങനെ തന്നെ ഉപദേശിച്ചു പോകുന്നു. അങ്ങനെ നിരപ്പിന്റെ ശുശ്രൂഷ സ്നാപക യോഹന്നാൻ നിറവേറ്റി. സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള വചനങ്ങൾ പരിശോധിക്കാം. ലൂക്കോസ് 3-ാം അധ്യായത്തിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞതു ചൊവ്വായും ദുർഘടമായതു നിരന്ന വഴിയായും തീരും, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ തന്നെ. മാർക്കോസ് 1-ാം അധ്യായത്തിൽ യോഹന്നാന്റെ അടുക്കല് യഹൂദ്യദേശം ഒക്കെയും യെരൂശലേമ്യർ എല്ലാവരും വന്നു പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാല് സ്നാനം കഴിഞ്ഞു. ലൂക്കോസ് 3-ാം അധ്യായത്തിൽ എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണം എന്നു പുരുഷാരും അവനോട് ചോദിച്ചു. അതിന് അവൻ, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണസാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനം ഏൽപ്പാൻ വന്നു. ഗുരോ, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ മാനസാന്തരത്തിനുള്ള ഫലം കായ്ക്കുവാനായി ഉപദേശിച്ചു. അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിച്ചു. അപ്പൻ എന്ന് അർത്ഥമാക്കുന്നത് സ്വർഗീയ പിതാവിനെയാണ്. പിതാവാം ദൈവത്തിന് തന്റെ മക്കളോട് കരുണ തോന്നണമെങ്കിൽ അവർ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടണം. അങ്ങനെ പാപത്തിൽ വിട്ടുനിന്നാൽ മാത്രമാണ് ദൈവത്തിന്റെ കരുണ ലഭിക്കുകയുള്ളൂ. ഇനി യോഹന്നാൻ അല്ല, മലാക്കി പുസ്തകം 4-ാം അധ്യായത്തിലെ 5-ാം വചനത്തിൽ പറയുന്ന ഏലിയ പ്രവാചകൻ എന്നു പറയാനുള്ള കാരണം എന്താ? യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും എന്നാണ് പറഞ്ഞത്. അത് യേശുക്രിസ്തുവിന്റെ 1-ാം വരവിലെ വെളിപ്പെടലല്ല. വലുതും ഭയങ്കരവുമായ നാളാണ് 2-ാം വരവ്. ഏലിയാവ് എന്നത് ഒരു വ്യക്തി എന്നുള്ളതിന് ഉപരിയായി അതൊരു പ്രവാചകന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനായി വഴിയൊരുക്കുവാൻ നിയോഗിച്ച ആത്മാവാണ് ഏലിയാവ്. പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തു യഹോവ തന്നെയാണ് ദൈവം എന്ന്. ഇസ്രായേൽ ജനം ബാൽദേവനെ ആരാധിക്കാൻ ഒരുങ്ങിയ സമയത്ത് സ്വർഗത്തിൽ നിന്നും തീയിറക്കി ഏലിയ വെളിപ്പെടുത്തി കൊടുത്തു യഹോവ തന്നെ ദൈവമെന്ന്. പുതിയ നിയമത്തിൽ യോഹന്നാൻ എന്ന പേർപ്പെട്ട വ്യക്തിയിലും ഏലിയാവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ മർമ്മമായ മിശിഹായെ വെളിപ്പെടുത്തി കൊടുത്തു. ശ്രദ്ധിക്കണം, യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് ഇസ്രായേൽ രാജ്യത്തിൽ നിന്നിരുന്ന ജനങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ അന്ത്യനാളിൽ രക്ഷ എല്ലാവർക്കും വന്നിട്ടുള്ളതുകൊണ്ടുതന്നെ രക്ഷകന്റെ 2-ാം വരവിനെ വെളിപ്പെടുത്തുവാൻ ലോകം മുഴുവനും ഏലിയ പ്രവാചകൻ സാക്ഷ്യം വഹിക്കണം. അതുകൊണ്ടാണ് അവർ 2 പേരായത്.
ഇതിന്റെ ആത്മീയമായ ഉദ്ദേശത്തിൽ വിലയിരുത്തുന്നു. രണ്ടുപേരും ഭൂമിയുടെ രണ്ടു ദിക്കിൽ നിന്ന് ആയിരിക്കും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മികമായി സ്വദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സ്വദോം എന്നത് ആണോട് ആണ് ചേരുന്ന സ്വവർഗാനുരാഗികൾ. മിസ്രയീം എന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ജാതികളും പാപത്തിന് കീഴ്പ്പെട്ടവരുമായവർ. മാത്രമല്ല, ഈ രണ്ടു സാക്ഷികളും ഇസ്രായേലിൽ നിന്നുള്ളവർ അല്ല എന്ന് പറയുവാൻ കാരണം, മൃഗത്തിന്റെ ഭരണകാലത്തല്ല യഹൂദരുടെ കണ്ണുകൾ തുറക്കുന്നത്, ആഴ്ചവട്ടത്തിന്റെ പകുതിയിൽ, അതായത് 3.5 വർഷം തീരുമ്പോൾ. മൃഗം ദൈവത്തിന്റെ നിയമത്തിന് വിരോധമായി ദൈവത്തിന്റെ ആലയത്തിൽ കൽപ്പന പുറപ്പെടുവിപ്പിക്കുമ്പോൾ യഹൂദജനം തിരിച്ചറിയും ഇവൻ മശിഹ അല്ല എന്നും ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവനല്ല എന്നും. പക്ഷേ അവനെ എതിർക്കുവാൻ കഴിയാത്തതുകൊണ്ട് നഗരത്തിലെ പാതി നിർജ്ജനമായ പ്രദേശത്തേക്ക് ഓടിപ്പോകും. അതുകൊണ്ടുതന്നെ ഇസ്രായേലിൽ നിന്നുള്ള വ്യക്തികളല്ല ഈ രണ്ടു സാക്ഷികൾ. ക്രിസ്തുവിനെ അറിയാതെ എങ്ങനെ ക്രിസ്തുവിനു വേണ്ടി വഴിയൊരുക്കും? ഈ രണ്ടു സാക്ഷികൾ 1,44,000 പേരുടെ ഒരു കൂട്ടമല്ല എന്ന് പറയുവാൻ കാരണം, ഈ രണ്ടു സാക്ഷികൾക്കും അവരുടെ പ്രവചനകാലത്തു മഴ പെയ്യാതവണ്ണം ആകാശം അടച്ചുകളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിപ്പാനും അധികാരമുണ്ട്. ഈ ഒരധികാരം 1,44,000 പേർക്ക് ഒരുമിച്ചു കൊടുത്താൽ പിന്നെ മഹോപദ്രവത്തിൽ മൃഗം ജയിക്കുന്നവനായും ജയിക്കാനായും പുറപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഈ രണ്ടു സാക്ഷികൾ പഴയ നിയമവും പുതിയ നിയമവുമാണ് എന്ന് പറയുന്നതിലും അർത്ഥമില്ല. കാരണം അവർ മരിച്ച് 3.5 ദിവസം കഴിയുമ്പോൾ അവരിൽ ജീവശ്വാസം വരുന്നു എന്ന വചനം തെളിവായി പറയുന്നു. അതുകൊണ്ടുതന്നെ മനുഷ്യരുടെ വെളിപ്പെടൽ തന്നെയാണ് ആവശ്യം. ഈ രണ്ടു സാക്ഷികളും മൃഗത്തിന്റെ കൈയാൽ മരിച്ചു വീഴുന്നതുകൊണ്ടുതന്നെ അത് ഏലിയാവും മോശയും ആകുവാൻ കഴിയുകയില്ല. കാരണം ഏലിയാവും മോശയും ജഡത്തിൽ നിന്നും സ്വതന്ത്രരായി ആത്മീയ ശരീരത്തിൽ യേശുക്രിസ്തുവിനു പ്രത്യക്ഷമായവരാണ്. അതുകൊണ്ടുതന്നെ ഭൂമിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന രണ്ടു സാക്ഷികൾ എന്ന് പറയുന്നത് രണ്ടു ദൈവ അഭിഷേകം ലഭിച്ച വ്യക്തികളാണ്. അവരുടെ മേൽ ഏലിയ പ്രവാചകന്റെ ആത്മാവ് വ്യാപരിക്കും. സെഖര്യാ പുസ്തകം 4-ാം അധ്യായത്തിൽ 11 മുതൽ 14 വരെയുള്ള വചനത്തിൽ പറയുന്നു, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവുകൊമ്പ് എന്ത് എന്നു ചോദിച്ചു. അതിന് അവന്, ഇവര് സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാര് എന്നു പറഞ്ഞു. ദൈവം പ്രവാചകന്മാർക്ക് മുന്നറിയിച്ച ഈ 2 അഭിഷിക്തന്മാർ യേശുക്രിസ്തുവിന്റെ വരവിനായി പിശാച് ഭരിക്കുന്ന 3.5 വർഷക്കാലത്ത് ഭൂമിക്ക് ഉണ്ടാകുവാൻ പോകുന്ന ന്യായവിധിയെ അറിയിക്കും.